നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000 2000 ജനസംഖ്യാ നയം, ദേശീയ ജനസംഖ്യാ നയം. നമ്മൾ അതിനകത്ത് പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. This policy was announced on February 15th, 2000. 2000 ഫെബ്രുവരി 15-നാണ് ഈ ദേശീയ ജനസംഖ്യാ നയം അനൗൺസ് ചെയ്യപ്പെട്ടത്. അതിന് 3 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. The immediate objective of the policy has been described as meeting the unmet needs for contraception, healthcare infrastructure, health personnel and integrated service delivery. ഇതിനു മുമ്പ് വരെയുള്ള വിവിധ ദേശീയ നയങ്ങളിലൂടെ നാളിതുവരെ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത, പൂർത്തീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ചെയ്യുക. അതാണ് ഇമ്മീഡിയറ്റ് ഒബ്ജക്റ്റീവ് കൊണ്ട് അർത്ഥമാക്കുക. എന്തൊക്കെയാണ് ഇതിലുള്ളത്? സ്വാഭാവികമായും നമുക്കറിയാം, ജനസംഖ്യ കുറയ്ക്കാനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഗർഭനിരോധന സംവിധാനങ്ങൾ, ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ, അതിനാവശ്യമായ ആളുകൾ, നഴ്സുമാർ, ഡോക്ടർമാര്, അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളെയൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പൊ നാളിതുവരെയുള്ള പദ്ധതികളിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണോ അതൊക്കെ നേടിയെടുക്കുക, എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി വെക്കുക. ഇതാണ് അതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുക. സെക്കൻഡ് വൺ, ദ മീഡിയം ടേം ഒബ്ജക്റ്റീവ്. എന്താണ് മീഡിയം ടേം ഒബ്ജക്റ്റീവ്? ഇറ്റ് ഈസ് എയിംഡ് അറ്റ് ബ്രിങ്ങിങ് the total fertility to replacement level, that is 2 children per couple by 2001. 2000 കൂടി ഒരു കുടുംബത്തിന്, ദമ്പതികൾക്ക് 2 മക്കൾ എന്ന നിലയിലേക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുക. ഇതാണ് അതുകൊണ്ട് അർത്ഥമാക്കുക. ഇനി എന്താണ് ലോങ് ടേം ഒബ്ജക്റ്റീവ്? എന്താണ്? ഇറ്റ്സ് എ സ്റ്റെബിലൈസേഷൻ ഓഫ് പോപ്പുലേഷൻ by 2045. 2045 കൂടി ഇന്ത്യയിലെ ജനസംഖ്യയെ സ്റ്റെബിലൈസ് ചെയ്യുക, മാറ്റമില്ലാതെ നിലനിർത്തുക. ഇതാണ് പ്രധാനപ്പെട്ട 3 ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞത്. Now let us find out what are the measures that are suggested to achieve these objectives. എന്തെല്ലാം മാർഗങ്ങളാണ് ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഈ ദേശീയ ജനസംഖ്യാ നയത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഏതാനും ചിലത് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിവാർഡ് പഞ്ചായത്ത് ആൻഡ് ജില്ലാ പരിഷത്ത് ഫോർ പ്രൊമോട്ടിംഗ് സ്മോൾ ഫാമിലി നോംസ്. എന്താണ്? അണുകുടുംബങ്ങളെ അല്ലെങ്കിൽ ചെറിയ കുടുംബം എന്ന് പറയുന്ന ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും റിവാർഡുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള പദ്ധതികൾ എന്താണ് അവർ സ്വീകരിക്കണം, അവർ നടപ്പിലാക്കണം, അതിന് അവർക്ക് എന്താണ് റിവാർഡുകൾ പ്രഖ്യാപിക്കുക. നെക്സ്റ്റ് വൺ ഈസ് ദ സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് ചൈൽഡ് മാരേജ് റെസ്ട്രെയിന്റ് ആക്ട് ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക്സ് ടെക്നിക്സ് ആക്ട്. 2 നിയമങ്ങളാണ് പാർലമെന്റ് പാസാക്കിയ 2 നിയമങ്ങളാണ്. ഒന്ന് ശൈശവ വിവാഹ നിരോധന നിയമവും മറ്റൊന്ന് ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയവുമായി ബന്ധപ്പെട്ട ഒരു ആക്ടാണ്. അപ്പൊ ഇതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയി നടപ്പിലാക്കുക. നിയമം ഉള്ളത് കൊണ്ട് കാര്യമില്ല, അവ നടപ്പിലാക്കണം. എങ്കിൽ മാത്രമേ ആളുകൾ അത് അംഗീകരിക്കുകയും സ്വീകരിക്കാൻ തയ്യാറാവുകയും. നെക്സ്റ്റ് വൺ ഈസ് ദ health insurance cover of 5,000 for couples below poverty line with 2 living children who undergo sterilization. വന്ധ്യംകരണ ശസ്ത്രക്രിയക്ക് വിധേയരായവരെ സംബന്ധിച്ചുള്ളതാണ്. ദമ്പതികൾ 5000 രൂപയുടെ ഒരു ഇൻഷുറൻസ് ആണ്. എന്താ അതിന്റെ പ്രത്യേകത? 2 കുട്ടികളുണ്ട്, ദാരിദ്ര്യക്ക് താഴെയാണ് താമസിക്കുന്നത്,
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്, ദാരിദ്ര്യരേഖയിലാണുള്ളത്. 2 കുട്ടികളുണ്ട്. അവര് വന്ധ്യംകരണ ശസ്ത്രക്രിയക്ക് വിധേയരായിട്ടുണ്ടെങ്കിൽ അവർക്ക് 5000 രൂപയുടെ ഇൻഷുറൻസ് എന്ന സ്കീം. ഇന്ത്യയെ പോലെ ദരിദ്ര രാജ്യത്തെ സംബന്ധിച്ച് 5000 നിങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. 5000 രൂപയോ? അന്ന് 5000 എന്ന് പറയുമ്പോൾ അന്നും ഇന്നും ദരിദ്രരായ ആളുകളെ സംബന്ധിച്ച് വലിയ എമൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് വിധേയമാകാൻ ആളുകൾ പോകും. 2 കുട്ടികളെ കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? വന്ധ്യീകരണ ശസ്ത്രക്രിയക്ക് വിധേയരാകും. കുടുംബാസൂത്രം നടന്നു, പിന്നെ കുട്ടികളുണ്ടാകുന്നില്ല, രാജ്യത്തിന്റെ ലക്ഷ്യം നിറവേറി. അവരെ സംബന്ധിച്ച് 5000 രൂപ കിട്ടുകയും ചെയ്തു. ഓക്കെ. മറ്റൊന്ന്, റിവാർഡ്സ് ഫോർ കപ്പിൾസ് ബിലോ പോവർട്ടി ലൈൻ who marry after legal age, having first child after the mother reaches 21, accept small family norm and undergo sterilization after birth of 2 children. ഇനി വീണ്ടും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ദമ്പതികൾക്കുള്ള മറ്റൊരു ചെറിയ ഒരു പ്രോത്സാഹനമാണ്. ശ്രദ്ധിക്കണം, ഇവിടെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ആയിരിക്കണം അവർ ഉണ്ടാകേണ്ടത്. അവർ വിവാഹം കഴിച്ചിരിക്കുന്നത് നിയമപരമായ ഏജ് എത്തിയതിനു ശേഷമായിരിക്കണം. ഇന്നത്തെ അവസ്ഥയെ പറഞ്ഞ 21ഉം 18ഉം പൂർത്തിയായിട്ട് വിവാഹം കഴിച്ചവരായിരിക്കണം. മാത്രമല്ല, വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ കുട്ടി ഉണ്ടായത് അമ്മയ്ക്ക് 21 വയസ്സായതിനു ശേഷമായിരിക്കണം. 18 കല്യാണം കഴിച്ച് 19 കുട്ടി ഉണ്ടാക്കി കിട്ടില്ല. 20 വയസ്സിന് ശേഷമായിട്ട് ആദ്യത്തെ കുട്ടി ഉണ്ടാകേണ്ടത്. അവര് ഈ ചെറിയ അടുകുടുംബം എന്നുള്ള ആ സംഗതി അവർ സ്വീകരിക്കണം, ആ പദ്ധതി അവർ സ്വീകരിക്കണം. മാത്രമല്ല, 2 കുട്ടികളായതിനു ശേഷം അവർ ഈ പറയുന്ന സ്റ്റെറിലൈസേഷൻ, വന്ധ്യംകരണ ശസ്ത്രക്രിയക്ക് വിധേയരായിട്ടും ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് റിവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അവർ റിവാർഡ് അവർക്ക് പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഫണ്ട്സ് ആൻഡ് സോഫ്റ്റ് ലോൺസ് ഫോർ പ്രൊവൈഡിങ് ആംബുലൻസ് സർവീസസ് ഇൻ റൂറൽ ഏരിയാസ്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ആംബുലൻസുകൾ ഇല്ല. അപ്പൊ ആംബുലൻസുകൾ നൽകാനുള്ള ഒരു പദ്ധതിയാണിത്. അതിന് എന്താണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു ഫണ്ട് നൽകുക, അതുപോലെ സോഫ്റ്റ് ലോൺ, പലിശയില്ലാത്ത ലോണുകൾ നൽകുക. അങ്ങനെ ഗ്രാമീണ മേഖലയിലും എന്താണ് ആവശ്യമുള്ള ആംബുലൻസുകൾ എത്തിക്കുക. കാരണം ആംബുലൻസ് സർവീസ് പലപ്പോഴും ആവശ്യമാണ്. ഇതിനു വേണ്ടിയാ പലപ്പോഴും എന്താണ്, ഉണ്ടാകുന്ന കുട്ടികൾ അപ്പോൾ അല്ലെങ്കിൽ ഡെലിവറിക്ക് പോകണം, നമ്മൾ ഹോസ്പിറ്റലിൽ എത്തണം. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ദ സ്ട്രെങ്തനിങ് അബോർഷൻ ഫെസിലിറ്റി സ്കീം. അബോർഷൻ ഫെസിലിറ്റി പരമാവധി പ്രോത്സാഹിപ്പിക്കുക. എന്ന് കുട്ടികൾ ജനിച്ചു വീഴാൻ അനുവദിക്കാതെ ഗർഭാവസ്ഥയിൽ തന്നെ അതിനെ ഇല്ലാതാക്കാനുള്ള സംവിധാനങ്ങൾ ജനസംഖ്യ കുറയ്ക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച നടപടിയാണത്. മറ്റൊരു പോയിന്റ്, എ നാഷണൽ കമ്മീഷൻ ഓൺ പോപ്പുലേഷൻ headed by the Prime Minister has also been set up. പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു ദേശീയ ജനസംഖ്യാ കമ്മീഷൻ രൂപീകരിച്ചു. എന്താ കമ്മീഷന്റെ പ്രത്യേകത? ദ കമ്മീഷൻ വിൽ മോണിറ്റർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ന്യൂ പോളിസി. പുതിയ ജനസംഖ്യാ നയം നടപ്പിലാക്കുന്നത് അവർ വളരെ നല്ല രീതിയിൽ അവർ നോക്കുകയും അതിനെ അവര് നടപ്പിലാക്കുകയും ചെയ്യും. ഇതാണ് കമ്മീഷൻ പ്രത്യേകത. അവസാനമായി, എ നാഷണൽ പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ ഫണ്ട്. എ നാഷണൽ പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ ഫണ്ട് റീനെയിംഡ് ആസ് ജനസംഖ്യ സ്ഥിരതാ കോഷ്, JSK എന്ന് പറയുന്ന ഒരു ഫണ്ട് രൂപീകരിച്ചു. The fund will support projects, schemes, initiatives and innovative ideas designed to help population stabilization and provide a window for canalizing monies through voluntary contribution. ഇവിടെ എന്താ ഫണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഈ ഫണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജനസംഖ്യാ സ്ഥിരതാ കോഷ് എന്ന് പറയുന്ന നാഷണൽ പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ ഫണ്ട്, രാജ്യത്തിന്റെ ജനസംഖ്യയെ സ്ഥിരമായി പിടിച്ചു നിർത്താനുള്ള ഒരു ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? ജനസംഖ്യ കുറയ്ക്കാനുള്ള വിവിധ പദ്ധതികൾ, പ്രൊജക്ടുകൾ ഉണ്ടാകാം, സ്കീമുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടക്കാം. അതിനൊക്കെ ആവശ്യമായ ഫണ്ട് കൊടുക്കുക. എന്നിട്ട് പരമാവധി ജനസംഖ്യയെ എന്ത് ചെയ്യണം? സ്ഥിരപ്പെടുത്തുക, സ്റ്റെബിലൈസ് ചെയ്യുക, മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് നിലനിർത്തുക. ഇതൊക്കെയാണ് 2000-ലെ നമ്മുടെ ജനസംഖ്യാ നയത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ 2045 നമ്മുടെ ജനസംഖ്യയെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള, സ്ഥിരപ്പെടുത്താനുള്ള, സുസ്ഥിരമാക്കാനുള്ള
മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളാണ് ഈ നാഷണൽ പോളിസിയിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, താങ്ക് യു.